സാധനങ്ങളൊക്കെ സേഫായി വെച്ചിട്ട് ഒന്ന് തെണ്ടാൻ ഇറങ്ങി. അതിന്റെ അടുക്ക് എവിടുന്നോ എനിക്ക് നാട്ടിലൊരു ചെറിയൊരു നൊസ്റ്റാൾജിക്കൽ സ്മെല്ല്. ആ മണവും മണപ്പിച്ച് ഞാൻ പോയപ്പം അണ്ണന് ചട്ടിയിൽ മാഗി ഇട്ട് ഇളക്കുന്നു. ചപ്പാത്തി നിന്ന് ചപ്പാത്തി പോലെ ആയ എനിക്ക് മാഗി കണ്ടപ്പം ഒറാങ്കുട്ടന് മന്തി കിട്ടിയ അവസ്ഥയാണ്. പിന്നെ ഒരു പോത്തകം ഗ്ലാസ്സിൽ ചങ്ങായി കുറച്ച് ഓറഞ്ച് ജ്യൂസും തന്നു. ഈ ജ്യൂസിന്റെ അമൗണ്ട് ചങ്ങായി ഹിന്ദിയിൽ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. കൂടിപ്പോയാൽ നമ്മളെ നാട്ടിലൊക്കെ ഒരു 100 റുപ്യ 150 റുപ്യ ആണല്ലോ. അങ്ങനെ ആക്രാന്തം പിടിച്ചൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഒരു 100 റുപ്യ മടക്കിയിട്ട് സിക്കന്റെ കയ്യിൽ ഞാൻ കൊടുത്തു. അണ്ണൻ എന്നോടൊപ്പം ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ചേഞ്ച് ഇല്ലായിട്ട് അണ്ണൻ ഹിന്ദിയിൽ മോങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞു ഓ വേണ്ട അണ്ണാ, ചേഞ്ച് ഒന്നും വേണ്ട, നിങ്ങൾ വെച്ചോ, ഇതൊക്കെ മലയാളികളുടെ ഒരു സന്തോഷമാണ്. പിന്നെ അണ്ണന്റെ സൗണ്ട് ഒന്ന് മാറാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണേ. എടാ കിണർ പോലത്തെ ഗ്ലാസ്സിൽ വെള്ളം കൂട്ടി ഒഴിച്ച ആ ഓറഞ്ച് കളർ വെള്ളത്തിന് 300 റുപ്യ പോലും. ബാക്കി 200-നാണ് ഈ അണ്ണനാടുന്ന് കുരക്കുന്നത്. ആ പൈസ കിട്ടിട്ട് എന്റെ കിഡ്നി വരെ നെട്ടിപ്പോയി. പിന്നെ അവനോട് അടിയേനാണെങ്കിൽ എനിക്ക് ഹിന്ദിയും അറിയില്ല. അതുകൊണ്ട് ഞാൻ ആ അണ്ണൻ തമ്പയ്ക്ക് ബാക്കി 200 റുപ്യയും കൊടുത്ത് നമ്മളെ പച്ച മലയാളത്തിൽ കുറച്ച് തെറിയും പറഞ്ഞിട്ട് ലാസ്റ്റ് സ്നേഹത്തോടെ താങ്ക് യു എന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വേഗം സൂട്ടായി.